ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സൂപ്പർ ടിപ്സുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ചുരിദാറിൻ്റെ സ്ലിറ്റ് നല്ല സൂപ്പറും ഫിനിഷിങ്ങിലും എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സുകൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഏത് ക്ലോത്തിലാണെങ്കിലും നമുക്ക് നല്ല ഫിനിഷിങ് തന്നെ ചെയ്തിട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതാ ടോപ്പ് സ്ലിറ്റ് വരെ തയ്ച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്കും എല്ലായിടും ഫിനിഷിംഗ് ആക്കി എടുത്തൊരു ടോപ്പാണ്. സ്ലിറ്റ് മാത്രമേ. അപ്പോൾ സ്ലിറ്റിനായിട്ട് നമുക്ക് എന്തോരം ലെങ്ത്ത് വേണോ അത്രയും എടുക്കുക. അതിനുശേഷം സ്ലിറ്റിൻ്റെ അവിടെ നിന്നും നമുക്ക് ആ സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ, അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത അവിടെ നിന്നും 1 ഇഞ്ച് മാത്രം നമുക്ക് തയ്യൽ തുമ്പ് മതി. അത് കണ്ടോ, ഇത് 1 ഇഞ്ച് ഗ്യാപ്പാണ്. നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് മടക്കി വീണ്ടും ഒന്ന് മടക്കിയിട്ട് വേണം സ്ലിറ്റ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ അവിടെ നിന്നും 1 ഇഞ്ച് മാത്രം. ഓക്കെ, ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് വെച്ച അവിടെ നിന്നും നേരെ ആ പോയിൻറ്റിൽ നിന്ന് നേരെ താഴെ വരെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്കൊന്ന് ലൈൻ വരച്ച് കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് തന്നെ മതി. അതിൽ കൂടുതൽ എടുത്താൽ നമ്മുടെ ഓപ്പണിൻ്റെ അവിടെ വൃത്തി ഉണ്ടാവില്ല കേട്ടോ. 1 ഇഞ്ച് മാത്രം മതി. ഇനി കൂടിയാൽ 1.25 അത്രയും വീതി നമുക്ക് മതി. അപ്പോൾ ഇനി ആ ലൈനുകളൊന്ന് വരച്ച് കൊടുക്കുക. ഈ പോയിൻ്റ് ആ പോയിൻറ്റുകളൊക്കെ ഒന്ന് ഒരു സ്കെയിൽ വെച്ചിട്ടാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ലൈനിട്ട് എടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇനി സ്കെയിലില്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ അതാ നമ്മളിവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ നിന്നും നേരെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടെടുക്കണം. നമ്മുടെ ഓപ്പണിൻ്റെ ആ ഭാഗമായിട്ട് കൂട്ടിയാണ് അടിച്ചത് കേട്ടോ 2 ക്ലോത്തും. അപ്പോൾ അതാ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം കേട്ടോ, എന്നാലേ നമുക്കിത് അഴിച്ചെടുക്കാനുള്ളതാണ് പിന്നീട്. അതുകൊണ്ടാണ് ലോങ് സ്റ്റിച്ചിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് വരിക. അപ്പോൾ അത് കണ്ടോ, അടിവശത്ത് നമുക്ക് നൂല് ഒരു കുറച്ച് പുറത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് നിർത്തുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇത് സ്ലിറ്റിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ. സ്ലിറ്റിൻ്റെ ഓപ്പണ് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ അവിടെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. പോയിൻ്റ് ആകുമ്പോൾ നമുക്ക് മടക്കുമ്പോൾ ഉള്ളിലേക്ക് പോവും. അപ്പോൾ ഒരു ചോക്ക് കൊണ്ടൊരു വര കൂടി നിങ്ങളൊന്ന് വരച്ചിട്ട് വെക്കണം. ഇനി നമുക്ക് അടിവശത്തു നിന്നും സ്റ്റിച്ചിങ് തുടങ്ങാം. ഓപ്പണ് നമ്മളിപ്പോൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തിരിക്കണം 2 ക്ലോത്തിനെ, ഫ്രണ്ടും ബാക്കും ആണ് കേട്ടോ, അത് സൈഡല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ മെഷീൻമേൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വൃത്തിയാക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് മാത്രം ഉള്ളിലേക്ക് മടക്കി വെച്ച് നമുക്ക് താഴെ ഭാഗത്തു നിന്നും മുകളിലേക്ക് ഇതുപോലെ നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുക്കുമല്ലോ, അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കണ സമയത്ത് അയൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. പിന്നെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യൽ ഒരു ബുദ്ധിമുട്ടേ അല്ല, ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ. ജോർജറ്റിലൊക്കെ നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുത്താൽ അതൊരു പ്രശ്നമേ അല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നേരെ താഴെ നിന്നും മടക്കി മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നമ്മുടെ ഇവിടെ ഈ പോയിൻ്റിട്ട് ആ പോയിൻ്റ് വരെ സ്റ്റിച്ച് ചെയ്ത് വരണം. അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടി മുകളിലേക്ക് വേണം കേട്ടോ, എങ്കിലേ നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിൻറ്റിനും 1/2 ഇഞ്ച് മുകളിലേക്ക്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ മറു സൈഡ് കൂടി നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചുളിവൊന്നും വരാതെ മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ നമ്മളിവിടെ തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടോ, നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അല്ലാത്തവർക്കും ചെയ്യാം. സ്ലിറ്റ് അധിക പേർക്കും നമ്മുടെ ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടേണ്ടത് സ്ലിറ്റ് ഭാഗമാണ്, അതുപോലെ നെക്കും. അപ്പോൾ സ്ലിറ്റ് ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു ടിപ്സ് വേറെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യണം, അത് മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് അഴിച്ചെടുക്കുക എന്നൊരു പണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയൊരു കത്രികയോ എന്തെങ്കിലും സൂചി പിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കതൊന്ന് അഴിച്ചെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊന്നും ചുരുടാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് അഴിച്ചെടുക്കാം.
അപ്പോൾ ഇനി ഇതൊന്ന് അഴിച്ചെടുക്കേണ്ട ഒരു പണി മാത്രമേ നമുക്ക് ബാക്കി. ഇതാണ് വലിയ ഇതിലൊരു റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമുള്ളൂ കേട്ടോ. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഭാഗം ഒന്ന് ഫിനിഷിങ്ങിൽ കിട്ടാൻ ഇങ്ങനെ ഒരു റിസ്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. മറ്റേത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ അത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് സ്റ്റിച്ച് അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക, അതിലറക്കെ എത്രയോ നല്ലതാണ് ഇതുപോലെ ഒന്ന് റിസ്ക് എടുത്ത് നമുക്ക് നമ്മുടെ സ്ലിറ്റിന് തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗം വരെ ഇതുപോലെ നമ്മൾ ഉള്ളിലത്തെ സ്റ്റിച്ചിൽ അഴിച്ചെടുക്കുക. നമ്മുടെ ആ പോയിൻ്റ് അവിടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ചോക്കേട്ട് കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ചെറിയ പണി കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇതിൽ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെയുള്ള ഈ നൂലുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ തുന്നിൻ്റെ നൂലുകളാണ്. ഇതെല്ലാം നമുക്കൊന്ന് വലിച്ച് അഴിച്ചെടുക്കണം. ഒന്ന് ഒഴിവാക്കി നമ്മുടെ സ്ലിറ്റിനെ നല്ല നീറ്റായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ അതുകൂടി ചെയ്താൽ നമ്മുടെ സ്ലിറ്റ് കംപ്ലീറ്റ് ആയി. നല്ല ഫിനിഷിങ്ങിൽ സൂപ്പർ സ്ലിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നൂലെല്ലാം ഒഴിവാക്കി സ്ലിറ്റിനെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഇത് ഉപകാരമുള്ളവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.